ആകാശത്തേക്ക് പറന്നുപോയ ഒരു ഭാഗ്യം തിരികെ പിടിച്ച ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊകവൂരിൽ. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് ഈ 2.5 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടായിരുന്നു. ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി കയ്യിലേതാ ഈ ബ്രേസ്ലെറ്റിനോട് ചേർന്ന് ആ ബലൂൺ കെട്ടിവെച്ചു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ബലൂണും പറന്നു, ഒപ്പം ഈ ബ്രേസ്ലെറ്റും പറന്നുപോയി. അങ്ങനെ ഇവിടെയുള്ള ഒരു മരത്തിന്റെ മുകളിൽ അത് തങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കയിലായി നിൽക്കുന്ന സമയത്താണ് ഇവരുടെ കുടുംബ സുഹൃത്തും അതോടൊപ്പം തന്നെ നാട്ടുകാരനുമായിട്ടുള്ള സന്തോഷ് എന്നയാൾ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എത്തുകയും ഏതാണ്ട് 50 അടിയിലധികം ഉയരമുള്ള ആ മരത്തിന് മുകളിൽ കയറി അദ്ദേഹം അത് സാഹസികമായി ആ ബലൂൺ എടുത്തു കൊടുക്കുകയും ചെയ്തു. അതിൽ സുരക്ഷിതമായി ആ കൈച്ചെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ കുട്ടിയുടെ പിതാവിനോട് തന്നെ ചോദിക്കാം. വൈശാഖ് എന്നാണ് അങ്ങയുടെ പേരല്ലേ, എന്താണ് സംഭവിച്ചതെന്ന്? ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1ഉം 2ഉം ഇവിടെ കമ്പ്രദേവി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവത്തിന് നമ്മൾ മക്കൾക്ക് ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുക്കല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് ഇത് 3 വാങ്ങിച്ചെടുത്തു ഓൾറെഡി. അപ്പോൾ 3 പുള്ളി പറത്തി വിട്ട്. അപ്പോൾ 4മത്തേത് വാങ്ങിച്ച സമയത്ത് അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനാണ് ഇത് കയ്യിൽ കെട്ടിക്കൊടുത്തത്. അനിയൻ്റെ മകൾക്കും ഇവനും ഒരെണ്ണം കെട്ടിക്കൊടുത്ത്. അപ്പം ഇവൻ്റെ എന്താ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 11-12 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത് സംഭവിച്ചത്. അത് ഇവൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ്റെ വിചാരം ബലൂണ് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നീട് വൈഫ് നോക്കുന്ന സമയത്താണ് അതിൻ്റെ കൂടെ ഈ ഒരു ബ്രേസ്ലെറ്റും കൂടി പോയതായിട്ട് കണ്ടത്. അപ്പം എല്ലാവരും കണ്ടു നിന്നവരും നമ്മളെല്ലാവരും തന്നെ ആകെ ഇതായി. അപ്പം ടെൻഷനായ സമയത്ത് ഏതാണ്ടൊരു 1-1.5 ആ സമയത്ത് ഇവിടെ ഫയർ സർവീസും പോലീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ആകെ ടെൻഷൻ, ഇതങ്ങനെ കിട്ടില്ല എന്നുള്ളത് അറിയാതെ. അപ്പം അവർക്കൊന്നും പറ്റാത്തൊരു സമയത്താണ് പെട്ടെന്ന് നമ്മളെ സുഹൃത്തും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും സന്തോഷേട്ടൻ വന്നിട്ട് പുള്ളി കയറാന്നുള്ള രീതിയിലായി. സാഹസികമായിട്ടത് കയറി സക്സസ് ആയി സംഭവം. സന്തോഷേട്ടാ, അത് കണ്ടപ്പോഴേ ആദ്യം നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് കയറുക? കാരണം വെച്ചാൽ അത്ര വലിപ്പമുള്ളൊരു മരമാണ്. എന്തായിരുന്നു താങ്കളുടെ അപ്പോഴത്തെ ഒരു ധൈര്യം? അപ്പോഴത്തെ ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അമ്മ തന്ന ധൈര്യം തന്നെയാണ്. കാരണം വെച്ചാൽ കാമ്പർത്തം വെള്ളത്തോളം കാലം നമുക്ക് ഇവിടുന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 കൊല്ലം മുന്നേ അതിന് മുകളിൽ കയറി. അന്ന് ഈ ആയിട്ടുണ്ട്, ഇത്ര വണ്ണം ഇല്ല, എന്നാലും കയറാൻ പറ്റൂല. എന്നാലും അന്ന് ഞാൻ കൊടി തൂക്കിയിട്ടുണ്ട് ഇതിനുള്ള വലിയ കൊടി. അതൊരു 15 കൊല്ലത്തോളം ഉണ്ട്. പിന്നെ ആരും തൂക്കിയിട്ടില്ല ഇതിനുള്ള കൊടി. പിന്നെ എന്താ വെച്ചാൽ ഇതിനുള്ള കയറുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് അബദ്ധമാണ്. കാരണം വെച്ചാൽ ഒരു സ്റ്റെപ്പ് കയറിയാൽ 2 സ്റ്റെപ്പ് താഴോട്ടാ പോരുക. പിന്നെ ജാതി ഒരു മിനുസാ ഒരു പൊടിയുണ്ട്, ആ പൊടി ഇങ്ങനെ തൊഞ്ഞുകൊണ്ട് പോകും. പിന്നെ അത് എന്തായാലും കയറി എടുക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നു. പോയ സാധനമാണ്, ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അത് പോവും. അപ്പം പഴപ്പുറത്തർ നോക്കിയിട്ട് 1.5 മണിക്കൂർ നിന്നപ്പോൾ ഇവർ ചോദിച്ച് നിങ്ങളൊന്നുമില്ല എന്തായാലും ചെയ്യുക. അപ്പോൾ ഇത് മേലോട്ട് കുറച്ചുകൂടി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട് ഇത് കിട്ടും. അങ്ങനെ ഞാൻ പൈപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സേഫ്റ്റി പിൻ അടിച്ച് ഇവിടെ താഴ്ന്ന് കെട്ടിത്തന്നാൽ വെച്ചാൽ എങ്ങനെ കൊളുത്തിയാലും കിട്ടണം. പക്ഷേ കൊളുത്തി കഴിഞ്ഞാലും പിന്നെ ഒന്നും ഊരി പോകുന്നുള്ള എനിക്കറിയാം. ഞാൻ കയറി നോക്കുമ്പം നൂലിൻ്റെ മുകളിൽ ബേസ്ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ചുറ്റി അപ്പോൾ പിന്നെ കുറച്ചുകൂടി പൊന്തിപ്പോയിക്കുന്നു. പിന്നെ എന്തോ ഒരു ഭാഗത്തിന് എന്തെല്ലോ കൊളത്തിയിട്ട് ഫുള്ള് പിന്നെ അതിനെ കൊണ്ട് ഇതിനൊന്ന് കൊളത്തി പിടിച്ചതിനെ കൊണ്ട് ചുറ്റി പിന്നെ അത് എടുത്ത് പിന്നെ ഇറങ്ങാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിന്. അത് ഏറ്റവും കവിളിലായിട്ട് അവിടെ നിന്ന് കൂടി പിടുത്തൊന്നും ഇല്ലാത്തതിൽ പിന്നെ എനിക്കൊരു പേടിയുണ്ട്. അതിനിപ്പം പഴപ്പുറത്ത് വന്നിട്ട് ഇറക്കേണ്ടി വരുമോ എന്നുള്ളത്. അല്ല, ഇനിയിപ്പോൾ അതിലൊരു റിസ്ക് ഉള്ളതേ. ഇനിയിപ്പം നിങ്ങൾ മുകളിലേക്ക് കയറിയെന്നായിരിക്കാം, ചെറിയ ഇളക്കം തട്ടി ഇത് പറന്നു പോയാൽ സാധനം പോകും. അങ്ങനെ ഒരു വലിയ റിസ്ക്. പക്ഷെ അത് ഞാൻ ഇവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടി പോയ സാധനമാണ്, ഉറപ്പില്ല. പക്ഷെ എൻ്റെ ഒരു ധൈര്യം ഉണ്ട്, അത് കിട്ടുന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയത്. കാരണം ഓലേൻ്റെ ഉള്ളിൽ തട്ടിക്കുന്നതും കൊമ്പിനുള്ളിലും എങ്കിലും അതിൻ്റെ ഒരു എരിയത്തുണ്ട്, എന്നാലും കൈ എത്തൂല. ഈ പാലയ്ക്ക് കൊമ്പിന് ഉറപ്പ് കുറവാണ്, വേഗം പൊട്ടി പോകും. എന്നാലും ഒരുവിധം അതിൻ്റെ മുകളിൽ തൂഞ്ചിലാൻ കയറിയിരിക്കുന്നു. പിന്നെ എന്നിട്ട് കയ്യെത്താൻ ദൂരത്തുനിന്നാണ് കൊക്കോണ്ട് ഞാൻ എടുത്തത്. പക്ഷെ എന്തോ ഒരു ഭാഗത്തിന് കിട്ടി. എത്ര പ്രായം? ഇപ്പം 50-49. 15 കൊല്ലം മുമ്പാണ് കയറിയത് അവസാനമായിട്ട്. കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? അപ്പോഴാണ് സമാധാനമായത്? സമാധാനമല്ല, ഫുള്ള് ടെൻഷനായിരുന്നു. ബ്രേസ്ലെറ്റ് പോയതിനല്ല, കയറിയപ്പോഴേ പകുതി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, എന്നാലും താഴോട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ ടെൻഷനായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ കയറി എടുത്തു എന്ന് ഭയങ്കര സന്തോഷവും സമാധാനം. അത് 3/4 പവനാണോ? ആ. അപ്പോൾ എന്തായാലും അദ്ദേഹം വളരെ സാഹസികമായിട്ടാണ് മുകളിലേക്ക് കയറിയത് അല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ ക്ഷേത്രത്തിലെ അമ്മയാണ് അദ്ദേഹത്തിന് അതിനുള്ളൊരു കരുത്ത് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിനെ ഹർഷാരവത്തോട് കൂടിയിട്ടാണ് ഈ നാട് എതിരേറ്റത് എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു ചെറിയ സ്വീകരണം ഇവിടെ നൽകുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും. അനൂപ് എസ് നായർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.